ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ സ്വന്തം അലീന. അപ്പോൾ പുതിയൊരു സ്റ്റോറിയാണ്, തുടങ്ങാം. രാവിലെ ഉമ്മയുടെ തുടരെയുള്ള വിളി കേട്ടാണ് ഞാൻ എണീക്കുന്നത്. ബ്രഷ് ചെയ്ത് റൂമിൽ നിന്നിറങ്ങി കോണിപ്പടി വഴി താഴെ ഇറങ്ങി കിച്ചണിൽ ചെന്നു. എന്താ ഉമ്മ ഉറങ്ങാൻ സമ്മതിക്കാത്തത്? രാത്രി ഫോൺ നോക്കിയിരുന്നാൽ രാവിലെ എണീക്കാൻ മടി കാണും. ഉപ്പ വിളിച്ചിരുന്നു തറവാട്ടിൽ പോയി വല്യപ്പാനെ കൂട്ടി ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോകാൻ. അല്ലാ, ഞാനത് മറന്നു. എളാമ്മ ഇന്നലെ രാത്രി മെസ്സേജ് ചെയ്തിരുന്നു. നിങ്ങൾ എവിടെ പോകുന്നത്? ഉമ്മ ഒരുങ്ങി നിൽക്കുന്നത് കണ്ട് ഞാൻ ചോദിച്ചു. പുത്തനത്താണി. നീ ഉച്ചക്ക് എളാമ്മാൻ്റെ അടുത്ത് നിന്ന് ചോറ് കഴിക്കേണ്ടി വരും. ഞാൻ വൈകുന്നേരമേ വരൂ എന്ന് അവളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പേര് അഫ്സൽ, 18 വയസ്സ്, പനക്കൽ വീട്ടിലെ അസീസിൻ്റെയും നബീലയുടെയും ഏക മകൻ. ഉമ്മയുടെ വിവാഹം വളരെ ചെറുപ്പത്തിൽ കഴിഞ്ഞതാണ്. ഉമ്മയുടെ ഉപ്പക്ക് വയ്യാതെ ആയപ്പോൾ മരിക്കുന്നതിന് മുമ്പ് മോളുടെ വിവാഹം കണ്ടിട്ട് മരിച്ചാൽ മതി എന്ന കാരണം കൊണ്ട് 17 വയസ്സിൽ കാണാൻ മോശമല്ലാത്ത ഗൾഫുകാരനായ ഉപ്പയുടെ കാര്യം വന്നപ്പോൾ ഉമ്മാൻ്റെ വീട്ടുകാർ അവരുടെ വിവാഹം നടത്തിയത്. ഉമ്മാൻ്റെ താഴെ ഒരനിയനുണ്ട്, സുഹൈൽ. ഖത്തറിലാണ് ജോലി. അവരുടെ ഭാര്യ സബീറ, 24 വയസ്സ്. അവരും ഉമ്മയുടെ ഉമ്മയുമാണ് ഇപ്പോൾ അവിടെ ഉള്ളത്. പിന്നെ 4 വയസ്സുള്ള മോളും. കല്യാണം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ ഉമ്മ എന്നെ പ്രസവിച്ചു. പിന്നീട് കുട്ടികളൊന്നും ഉണ്ടായില്ല. ഉമ്മയെ കണ്ടാൽ 38 വയസ്സ് പ്രായമുണ്ടെന്ന് ഒരിക്കലും പറയില്ല. ഒരു 25 വയസ്സൊക്കെ തോന്നും. എൻ്റെ ഇത്താത്ത ആണോ എന്നാ എല്ലാവരും ചോദിക്കുക. വീട്ടിൽ 3 പീസും നൈറ്റിയുമാണ് കൂടുതലും. പുറത്തു പോകുമ്പോൾ പുതിയ ട്രെൻഡിനനുസരിച്ച് എല്ലാ ഡ്രസ്സും ഉടുക്കും. ഡ്രസ്സ്, മേക്കപ്പ് ഇത് രണ്ടും വാങ്ങിയാൽ ഉമ്മ തികയില്ല. അത് ഓൺലൈൻ വഴിയും അല്ലാതെയും വാങ്ങിക്കൂട്ടും. ഉമ്മ പറയുന്നതിനൊക്കെ ക്യാഷ് അയച്ചു കൊടുക്കും. പ്രായം കൊണ്ട് ഉപ്പാനേക്കാൾ 10 വയസ്സിൻ്റെ വ്യത്യാസമുണ്ടെങ്കിലും അവർ തമ്മിൽ നല്ല സ്നേഹമാണ്. അങ്ങനെ ഉമ്മ വീട് പൂട്ടി സ്കൂട്ടി എടുത്ത് പുത്തനത്താണി പോയി. ഞാൻ ബൈക്കും എടുത്ത് തറവാട്ടിലേക്കും പോന്നു. അവിടെ എത്തി വല്യപ്പ ഡ്രസ്സ് മാറി പോകാൻ റെഡിയായി ഇരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ എളാമ്മയുടെ പേര് സുഹ്റ, വയസ്സ് 25, മുഞ്ചത്തി ഹൂറി എന്നൊക്കെ പറയാം. മുടി മുതൽ പാദം വരെ ആ മുഞ്ച് നിറഞ്ഞു കിടക്കുവാണ്. മാനു, നീ ചായ കുടിച്ചോ? സുഹ്റ എളാമ്മ ചോദിച്ചു. വീട്ടിൽ നിന്ന് കുടിച്ചിട്ടാ പോകുന്നത്. മോളും എവിടെ? അവൾ ഉറങ്ങുക. ഉപ്പാക്ക് ഒരനിയനും പേര് ലത്തീഫ്, ഒരനിയത്തിയും പേര് റസിയ, 35 വയസ്സാണുള്ളത്. എളാപ്പാക്ക് 5 വയസ്സും 1.5 വയസ്സും ഉള്ള 2 മക്കളുമുണ്ട്. വല്യമ്മ ഞാൻ ചെറിയ കുട്ടിയായപ്പോൾ മരിച്ചതാണ്. ഞാൻ വല്യാപ്പയെ പിടിച്ച് പതുക്കെ കാറിൽ കയറ്റിയിരുത്തി. ഉപ്പ വാങ്ങിയ കാറാണ്. വല്യപ്പാനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ എളുപ്പത്തിന് തറവാട്ടിൽ തന്നെയാണ് അത് നിർത്തിയിടുക. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ പോയി. പുത്തനത്താണി എത്തിയ നബീല ഉമ്മയെ കണ്ട് വിശേഷമൊക്കെ ചോദിച്ചു. നാത്തൂൻ്റെ അടുത്തേക്ക് അടുക്കളയിലേക്ക് ചെന്നു. എന്താ പണിയൊക്കെ കഴിഞ്ഞോ? നബീല ചോദിച്ചു. സബീറ, ഇല്ലെത്താ. മാനു എന്താ വരാഞ്ഞത്? അവൻ ഉപ്പാനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയതാ. പിന്നെ നിങ്ങളുടെ നമ്പർ ആ രഹനയത്ത ചോദിച്ചിരുന്നു ഇത്താ. അവൾ വിളിച്ചിരുന്നു. സ്കൂളിൽ മീറ്റപ്പ് ഉണ്ട്, അത് പറയാനാണ്. പുതിയ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ പോകുന്നുണ്ടോ ഇത്താ? പിന്നെ പഴയ ഫ്രണ്ട്സിനെയൊക്കെ കാണാമല്ലോ. ഹോസ്പിറ്റലിൽ പോയി തിരിച്ചെത്തി ഞാൻ എളാമ്മയുടെ കൂടെ തമാശകൾ പറഞ്ഞിരുന്ന് ചോറൊക്കെ കഴിച്ചിരിക്കുമ്പോൾ ഫ്രണ്ട് വിളിച്ചിട്ട് ഞാൻ ബൈക്കെടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. അവനെ കൂട്ടി ക്ലബ്ബിൽ പോയി. കുറച്ച് സമയം ക്യാരംസൊക്കെ കളിച്ചിരുന്നു. പിന്നെ കൂട്ടുകാരൊക്കെ വന്ന് സാധാരണ പോലെ സമയം പോയത് അറിയാതെ അവരുടെ കൂടെ കളിയും ചിരിയുമൊക്കെയായി ചില്ല് ചെയ്തിരിക്കുമ്പോൾ ഉമ്മയുടെ കോള്. ഞാൻ കോളെടുത്തു. ഹലോ ഉമ്മ. മാനു, നീ ഇതെവിടെ? ഇളാമ്മ പറഞ്ഞ് നീ വൈകുന്നേരം അവിടെ നിന്ന് പോയതാണെന്ന്. ഉമ്മ, ക്ലബിലാണ്. നിങ്ങളെത്തിയോ? എത്താനായി, വീട്ടിലേക്ക് വാ. മതി കറങ്ങി നടന്നത്. ഇതാ വരുന്നുമ്മ. വീട്ടിലെത്തി ഞാൻ ഉമ്മ എനിക്ക് കൊണ്ടുവന്ന ഉമ്മാൻ്റെ വീട്ടിലെ സ്പെഷ്യൽ എടുത്ത് തന്ന്
കുറച്ച് ദിവസം കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ ഉമ്മ പറഞ്ഞു, എടാ നിനക്ക് ഇന്ന് എവിടെയെങ്കിലും പോകാനുണ്ടോ? എന്താ ഉമ്മ അങ്ങനെ ചോദിച്ചത്? ഉണ്ടോ അത് പറ. ഇല്ല. എന്നാൽ ഡ്രസ്സ് മാറ്. എവിടെ പോകാനാണ് ഉമ്മ? എൻ്റെ സ്കൂളിൽ മീറ്റപ്പ് ഉണ്ട്, അതിന് പോകാനാണ്. ഞാനൊന്നും വരുന്നില്ല. എന്തിന്? ആങ്ങളെയാണോ എന്ന് ചോദിക്കുന്നത് കേൾക്കാനോ? എനിക്കിത്തിരി സൗന്ദര്യമുള്ളത് എൻ്റെ തെറ്റാണോടാ? അപ്പോൾ നീ വരുന്നില്ലേ? ഇല്ല. എന്നാൽ നീ പോരെ, ഉമ്മുമ്മാൻ്റെ അടുത്ത് നിന്നാൽ മതി. ഞാൻ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരാം. അതൊക്കെ. പുത്തനത്താണി പോയിട്ട് കുറച്ച് ദിവസമായി. അങ്ങനെ ഉമ്മാൻ്റെ സ്കൂട്ടിയുടെ പിറകിൽ കയറി ഞാൻ മാമാൻ്റെ വീട്ടിൽ പോയി. കുറച്ച് കഴിഞ്ഞ് ഉമ്മ സ്കൂളിൽ പോയി. അന്ന് ഒരുപാട് വൈകി ഇരുട്ടായി തുടങ്ങിയപ്പോഴാണ് ഉമ്മ വന്നത്. അന്ന് ഉമ്മാൻ്റെ വീട്ടിൽ നിന്നിട്ട് പിറ്റേന്നാണ് ഞങ്ങൾ വീട്ടിലേക്ക് വന്നത്. പക്ഷേ മീറ്റപ്പിന് ശേഷം ഉമ്മക്ക് എന്തോ ഒരു മാറ്റം തോന്നി എനിക്ക്. ഉമ്മ എപ്പോഴും ഫോണിൽ തന്നെ ആയിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ വാട്സാപ്പിൽ പുതിയ സ്കൂൾ ഗ്രൂപ്പുണ്ട്, അതിൽ മെസ്സേജ് നോക്കുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഒരു ദിവസം ഞാൻ പുറത്തു പോയിട്ട് വീട്ടിൽ വരുമ്പോൾ പുറത്ത് നല്ല പരിചയമുള്ള കാർ വീടിൻ്റെ മുന്നിൽ കണ്ട് ഞാൻ ഉമ്മ എന്ന് വിളിച്ചുകൊണ്ട് അകത്ത് കയറിയപ്പോൾ ഹാളിൽ കാണാൻ വലിയ മോശമല്ലാത്തൊരിത്ത. ആ നീ വന്നോ? ഇതാരാ ഉമ്മ? എൻ്റെ കൂടെ പഠിച്ച കൂട്ടുകാരിയാ. ഇത് കേട്ട് അവർ ചോദിച്ചു, നബീല മോനാണോ ഇത്? ആ അതെ. ആ വലിയ ചെക്കനാണല്ലോ. അവർ സ്വയം എന്നെ പരിചയപ്പെടുത്തി. നിൻ്റെ ഉമ്മയുടെ സ്കൂളിലെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാൻ. എൻ്റെ പേര് സുറുമി. എന്നാ ഇനി പോട്ടെ നബീല, പിന്നെ വരാം. ഇപ്പോൾ വീടൊക്കെ കണ്ടല്ലോ, എപ്പോഴും വരാമല്ലോ. പ്രശാന്ത് പോകാം. ലിവിങ് റൂമിൽ നിന്ന് അപ്പോൾ പുറത്തേക്ക് വന്ന ആളെ കണ്ട് ഞാൻ ഞെട്ടി. എന്നെ കണ്ട പ്രശാന്ത്, അഫ്സൽ ഇത് നിൻ്റെ വീടാണോ? ആ ചേട്ടൻ എങ്ങനെ ഇവിടെ? എൻ്റെ ഫ്രണ്ട് ദാസിൻ്റെ അയൽവാസിയാണ് പ്രശാന്ത്. ഞാൻ +2 പഠിക്കുമ്പോൾ ചില ആ ടൈപ്പ് വീഡിയോ കാണാനും ചേട്ടൻ്റെ ജിമ്മിൽ വരുന്ന പെണ്ണുങ്ങളെ സീൻ പിടിക്കാനും എപ്പോഴും പോയി പരിചയമാണ്. ഞാൻ അന്ന് മുതലാണ് ഞാൻ ചില കുത്സിത പ്രവൃത്തികൾ തുടങ്ങിയത്. ദാസ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, പെണ്ണ് വിഷയത്തിൽ പ്രശാന്ത് ചേട്ടൻ ഒരു അഗ്രഗണ്യനാണെന്ന്. നല്ല 6 പാക്കൊക്കെ ഉണ്ട് ചേട്ടന്, കാണാനും വലിയ തെറ്റില്ല. ചേട്ടൻ ചോദിച്ചു, എന്താ അഫ്സൽ ആലോചിക്കുന്നത്? ഒന്നുമില്ല ദാസ്, അവൻ്റെ വിവരം എന്തുണ്ട്? ഇപ്പോൾ കാണാൻ പോലും കിട്ടാറില്ല. അവനിപ്പോൾ എൻ്റെ ജിമ്മിൽ എൻ്റെ അസിസ്റ്റൻ്റാണ്. അപ്പോൾ സുറുമി ചോദിച്ചു, നിങ്ങൾ നേരത്തെ അറിയോ? അപ്പോൾ പ്രശാന്ത് ഏട്ടൻ മറുപടി പറഞ്ഞു, മുമ്പ് ദാസിൻ്റെ കൂടെ വീട്ടിൽ വരാറുണ്ട്. ഏത്, നമ്മുടെ ദാസിൻ്റെയോ? ആ അതെ. അവർ പോയ ശേഷം ഞാൻ ഉമ്മയോട് എന്താ മീറ്റപ്പ് കഴിഞ്ഞപ്പോൾ പഴയ ഫ്രണ്ടൊക്കെ വരാൻ തുടങ്ങിയല്ലോ. ഉമ്മ പറഞ്ഞു, എൻ്റെ കൂടെ സ്കൂളിൽ എപ്പോഴും ഉണ്ടായിരുന്ന ദിവള. ഇവിടെ അടുത്താണ് ഭർത്താവിൻ്റെ വീട്. വലിയ ക്യാഷുകാരനാണ്, ദുബായ് ബിസിനസ്സാണ്. അവരെ കൂടെ വന്ന പ്രശാന്തേട്ടനെ എനിക്ക് മുമ്പറിയാം. അത് അവളുടെ അയൽവാസിയാണ്. കെട്ടിയോ നാട്ടിലില്ലാത്തപ്പോൾ ഇവൾക്ക് എവിടെങ്കിലും പോകാൻ കാർ ഓടിക്കാൻ അവനെയാണ് വിളിക്കൽ. കാർ മാത്രം ആകില്ല, ചേട്ടനെ എനിക്കല്ലേ അറിയൂ, ഞാൻ മനസ്സിൽ പറഞ്ഞു. പിറ്റേന്ന് രാവിലെ അറിയാത്തൊരു നമ്പറിൽ നിന്ന് ഒരു കോൾ. ഞാൻ ആ കോൾ എടുത്തു. ഹലോ, ആരാ? അഫ്സലല്ലേ ഇത്? അതെ. ഇതാരാ? മനസ്സിലായില്ല. എടാ ഞാനാ ദാസ്. എടാ ദാസ്, എങ്ങനെ എൻ്റെ നമ്പർ കിട്ടി? പ്രശാന്തേശൻ ചേട്ടൻ തന്നു. ഓ, ഞാനത് മറന്ന്. പിന്നെ ഇത്ര നാളായി കണ്ടിട്ട്. എടാ പാണ്ടിക്കാട് വാ, കാണാമല്ലോ. എന്തായാലും വരും, കാണാൻ ആഗ്രഹമുണ്ട്. പിറ്റേന്ന് ഞാൻ രാവിലെ ദാസിൻ്റെ അടുത്ത് പോയി. ഓ, അരമണിക്കൂർ കൊണ്ട് അവിടെ എത്തി. അങ്ങനെ ഞാൻ വീണ്ടും ദാസുമായും പ്രശാന്തേട്ടനുമായും അടുത്തു. മിക്ക ദിവസവും കാണാൻ തുടങ്ങി. അവിടെ വെച്ച് പുതിയ ചില കൂട്ടുകാരെ കിട്ടി. 2 ദിവസമായിട്ട് പ്രശാന്തേട്ടനെ കാണാതെ ആയപ്പോൾ ഞാൻ ദാസിനോട് ചോദിച്ചു, എവിടെയെന്ന്. എടാ, പുതിയ ഏതോ ഒരുത്തിയെ കിട്ടിയിട്ടുണ്ട്, അത് മടുക്കുമ്പോൾ ഇനി കാണാം. ഓ, വെറുതെ അല്ല, ഞാൻ ചേട്ടൻ്റെ ഫോണിൽ വിളിക്കുമ്പോഴൊക്കെ സ്വിച്ച് ഓഫ്. അല്ല, നിനക്കാരെങ്കിലും ഉണ്ടോ ഇതുപോലെ?
ഒരാളുണ്ട്, അത് ചേട്ടൻ കൊണ്ടു നടക്കുന്ന ഒരുത്തി തന്നെയാ. പക്ഷെ ചേട്ടൻ അറിയൂല, അറിഞ്ഞാൽ എൻ്റെ കാര്യം തീരും. എടാ, ആരാ കക്ഷി? അതെൻ്റെ അയൽവാസി നിസാറിൻ്റെ ഭാര്യ സുറുമി. എനിക്ക് അവൻ ആ പേര് പറഞ്ഞപ്പോൾ തന്നെ ആളെ മനസ്സിലായി, ഉമ്മാൻ്റെ ഫ്രണ്ടാണെന്ന്. പിന്നെ ഞാൻ ഒന്നും ചോദിച്ചില്ല. അന്ന് രാത്രി ഞാൻ ഫോണിൽ ഒരു സ്വയംഭം വീഡിയോ കണ്ട് ചില പരിപാടികൾ ചെയ്തതിന് ശേഷം ഉറക്കം വരാതെ തിരിഞ്ഞു മറിഞ്ഞ് കിടക്കുമ്പോൾ താഴെ എന്തോ ശബ്ദം കേട്ടു. രാത്രി 11 മണി ആയല്ലോ. ഞാൻ താഴെ കോണി സ്റ്റെപ്പ് ഇറങ്ങി ഉമ്മയുടെ റൂമിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അകത്ത് നിന്ന് നല്ല പരിചയമുള്ള പുരുഷൻ്റെ ശബ്ദം കേട്ട് എനിക്ക് പേടിയും ഒപ്പം സംശയവും തോന്നി. ഞാൻ വാതിലിൻ്റെ ലോക്ക് തുളയിലൂടെ നോക്കി ഞെട്ടിപ്പോയി. പ്രശാന്തേട്ടൻ എൻ്റെ ഉമ്മയുടെ കൂടെ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രശാന്തേട്ടൻ പറയുകയാണ്, നബീല, ഞാൻ ആദ്യമായാണ് ഒരു പെണ്ണിനെ ഇങ്ങനെ മടുപ്പ് തോന്നാതെ വീണ്ടും വീണ്ടും തേടി വരുന്നത്. പ്രശാന്തേട്ടൻ നൈറ്റ് ഡ്രസ് ഇട്ട ഉമ്മയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നു. ഉമ്മ ആണെങ്കിൽ അവൻ്റെ മാറിലേക്ക് ചേർന്ന് നിൽക്കുന്നു. നബീല, എന്നാലും ഇത്ര നാൾ എൻ്റെ കണ്ണിൽ പെട്ടില്ലല്ലോ. പ്രശാന്ത് ഇതുപോലെ സുഖം എനിക്ക് കിട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല. നിന്നെ റിസോർട്ടിൽ കൊണ്ടുപോയത് ആർക്കും സംശയമില്ലല്ലോ? ഇല്ല. അപ്പോൾ ഉമ്മ പുറത്തൊക്കെ പോയി അന്ന് അമ്മായിൻ്റെ അടുത്ത് പോകാം എന്ന് പറഞ്ഞു പോയത് ഇതിനായിരുന്നു അല്ലേ? ഞാൻ മനസ്സിലോർത്തു. പ്രശാന്തേട്ടൻ, നീ ഒരു കിടിലൻ ചരക്കാണ് നബീല. അകത്ത് നിന്ന് ഉമ്മയുടെ സീൽക്കാരൻ പുറത്തേക്ക് കേട്ടു. ഇവിടെ ഉമ്മായും പ്രശാന്തേട്ടനും തമ്മിൽ ഉഗ്രൻ റൊമാൻസ് രംഗങ്ങളാണ് കാഴ്ചവെക്കുന്നത്. കാമുകന്മാരെ പോലെ പ്രളയം തുളുമ്പുന്ന സംഭാഷണങ്ങളും ഇടയ്ക്കുണ്ട്. കള്ളൻ കട്ടുകുടിക്കാൻ പൂതി കൂടിയോ? എന്നാലും ആ റിസോർട്ടിലെ ആളോട് എന്തിനാ ഞാൻ ഭാര്യയാണെന്ന് പറഞ്ഞത്? ഒരു പ്രശ്നം വരണ്ടല്ലോ, അതാ നബീല. അതുകൊണ്ട് ഗുണമുണ്ടായില്ലേ? അവർ കപ്പിൾസ് റൂം സെറ്റപ്പ് ചെയ്ത് തന്നില്ലേ? ഉമ്മ ചേട്ടൻ്റെ മാറിലേക്ക് കൂടുതൽ ചായുന്നത് കണ്ട് എനിക്ക് ദേഷ്യം വന്നു. പക്ഷേ പേടി കൊണ്ട് ഞാൻ ഒന്നും പ്രതികരിച്ചില്ല. പ്രശാന്തേട്ടനെ പിണക്കിയാൽ എൻ്റെ മാത്രമല്ല ഉമ്മയുടെ ലൈഫ് വെച്ച് അയാൾ കളിക്കും. ഞാൻ നോക്കുമ്പോൾ ഉമ്മ അവനെ നോക്കി വശ്യതയോടെ ചിരിക്കുന്നു. നീ എന്താ അവിടെ നിന്ന് വിളിച്ചത്? പ്രശാന്ത് ചോദിക്കുന്നു. ചേട്ടാ, ഇങ്ങോട്ട് നോക്കുന്നു. ഈ പ്രശാന്ത് ഭയങ്കരം തന്നെ. പെണ്ണിൻ്റെ മർമ്മം മാത്രമല്ല, എല്ലാം അറിയാം. നബീല എന്ന കൊഴുത്ത താത്താ ചരക്കിൻ്റെ സീൽക്കാൽ ശബ്ദം അവിടെയൊക്കെ പ്രതിധ്വനിച്ചു നിന്നു. എൻ്റെ ഉമ്മയാണല്ലോ പ്രശാന്തേട്ടൻ ഇങ്ങനെയൊക്കെ എന്നോർത്ത് ഞാൻ വിഷമിക്കുമ്പോൾ ഉമ്മ അവിടെ സ്വർഗം കാണുകയായിരുന്നു. അകത്ത് നബീല ഉമ്മയുടെ പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് ഞെട്ടലിനൊപ്പം പുതുമയും തോന്നി. ഉമ്മയിൽ നിന്ന് അങ്ങനെ ഒരു പ്രവൃത്തി ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. ചേട്ടൻ എന്നോട് ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കരുതിയില്ല. എല്ലാം എൻ്റെ തെറ്റ്. എല്ലാം കഴിഞ്ഞ് രണ്ടുപേരും ബാത്റൂമിൽ കയറി ഫ്രഷായി. ഉമ്മ ഒരു മുട്ടുവരെ ഇറക്കമുള്ള ഗൗണിട്ട് ചേട്ടൻ്റെ അടുത്തിരുന്നു. താങ്ക്സ് പ്രശാന്ത്, എന്നെ ഇത്ര സന്തോഷിപ്പിച്ചതിന്. 500 കുറച്ച് നോട്ട് ചേട്ടന് നൽകി. എനിക്കിത് കണ്ടിട്ട് ഉമ്മയോട് വെറുപ്പ് തോന്നിയിരിക്കുമ്പോഴാണ് ഉമ്മ പ്രശാന്തിനെ വീണ്ടും കെട്ടിപ്പിടിക്കുന്നത്. അപ്പോൾ പ്രശാന്ത് പറഞ്ഞു, നീ 2 ദിവസം കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞിറങ്ങ്, നമുക്കൊരിടത്ത് പോകാം. നോക്കട്ടെ മോൻ, അവൻ അറിയരുത്. വേറെ എന്തും ഞാൻ സഹിക്കും. അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നബീല, ഒന്നുകൂടെ ചെയ്തിട്ട് പോയാൽ പോരെ? അവർ പുറത്തിറങ്ങാനായി എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവിടെ മറഞ്ഞു നിന്നു. ഉമ്മ ചേട്ടൻ്റെ കൂടെ വാതിൽ തുറന്ന് പുറത്തിറങ്ങി മുട്ടുവരെ ഇറക്കമുള്ള ആ ഗൗൺ ഇട്ടുകൊണ്ട് അടുക്കള വഴി പോകാൻ അങ്ങോട്ട് പോയപ്പോൾ ഞാൻ പിറകെ പോയി ഒളിഞ്ഞു നോക്കി. അടുക്കളയിൽ പുറത്തേക്കുള്ള വാതിലിനടുത്തെത്തിയപ്പോൾ ഉമ്മ പറഞ്ഞു, പ്രശാന്ത്, എടാ എനിക്ക് ഒന്നുകൂടെ വേണം. ഞാൻ ഞെട്ടി. പ്രശാന്ത് ഉമ്മയുടെ ആഗ്രഹം നടത്തിക്കൊടുത്തു. കിച്ചണിൽ വെച്ച് ഉമ്മ പറഞ്ഞു, എടാ ഇനി എനിക്ക് എന്നും നിന്നെ വേണം. അവൻ പുറത്തിറങ്ങി. ഉമ്മയും അവൻ്റെ കൂടെ ഇറങ്ങി. പുറത്ത് വെച്ചും അവർ ചുംബനം കൈമാറി. ശേഷം ഉമ്മ ഗൗണിട്ട് റൂമിലേക്ക് പോകുന്നത് നോക്കി അത്ഭുതത്തോടെ ഞാൻ നിന്നു. അപ്പോൾ ദാസ് പറഞ്ഞ ചേട്ടൻ്റെ പുതിയ ഇര ഉമ്മയാണോ? റൂമിൽ പോയി ഓരോന്ന് ചിന്തിച്ചുറങ്ങിയത് എപ്പോഴെന്ന് അറിയില്ല.
പിറ്റേന്ന് രാവിലെ ഒരുപാട് വൈകിയാണ് ഞാൻ എണീറ്റത്. ഉമ്മ ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ല. ഫ്രഷായി ഞാൻ കിച്ചണിൽ ചെന്നു. എന്നെ കണ്ട ഉമ്മ, നീ എണീറ്റോ, ചായ എടുക്കട്ടെ? ഇന്നലെ രാത്രി ചേട്ടൻ്റെ കൂടെ അഴിഞ്ഞാടിയ ആളെയല്ല. ചായക്ക് എന്താ കഴിക്കാൻ? ദോശയും കടലക്കറിയും. ശരി, എടുക്ക്. ചായ കുടിച്ച് ഞാൻ ദാസിൻ്റെ വീട്ടിൽ പോയി. അവൻ്റെ അമ്മ എന്നെ കണ്ടു. മോനെ, ദാസ് ഇവിടെ ഇല്ല, തിരൂര് പോയതാ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ അവൻ പറഞ്ഞിട്ടുള്ള സുറുമിത്തായുടെ വലിയ വീട് കണ്ട് ഞാൻ ഗേറ്റ് തുറന്ന് അകത്ത് കയറി കോളിംഗ് ബെല്ലടിച്ചു. കുറച്ച് കഴിഞ്ഞ് വാതിൽ തുറന്നിത്ത. ആരാ, അഫ്സലോ? എന്താ ഈ വഴിയൊക്കെ? ദാസിൻ്റെ വീട്ടിൽ വന്നതാ. അവിടെ അവനില്ല, അപ്പോൾ വെറുതെ ഒന്ന് കയറിയതാ. വാ ഇരിക്ക്. എന്നെ അകത്തേക്ക് ക്ഷണിച്ചു. ചുരിദാറാണ് വേഷം. നല്ല ഷെയ്പ്പാക്കിയിട്ടുണ്ട്. ആരും മോഹിക്കും അവരുടെ ശരീരം. നിങ്ങളുടെ കുട്ടികൾ? മോൻ ഹോസ്റ്റലിലാണ്, എറണാകുളമാണ് പഠിക്കുന്നത്. മോൾ സ്കൂളിൽ പോയതാ, 5ലാണ്. ഇക്ക പോയിട്ട് ഒരുപാടായോ? ഇല്ല, 3 മാസം. നിനക്ക് കുടിക്കാൻ ചായ വേണോ അതോ തണുത്ത എന്തെങ്കിലും? അതൊന്നും വേണ്ട, ഞാൻ പോട്ടെ. ഇരിക്ക്, ദാസ് വന്നിട്ട് പോകാമല്ലോ. എന്താ തിരക്ക്? അവരുടെ വശീകരിക്കുന്ന നോട്ടവും സംസാരവും എന്നെ ഉള്ളിൽ പേടിപ്പെടുത്തിയെങ്കിലും അറിയാതെ അവിടെ ഇരുന്നു പോയി. ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്താ പറഞ്ഞു, ഉമ്മ എന്തു പറയുന്നു? നീ ഇങ്ങോട്ട് വരുന്നതറിയോ? ഇല്ല, അങ്ങാടി പോകാമെന്ന് പറഞ്ഞിറങ്ങിയതാ. അവരെൻ്റെ അടുത്ത് വന്ന്, നിനക്ക് ഗേൾ ഫ്രണ്ടൊക്കെ ഉണ്ടോ? എന്ത്? ഗേൾ ഫ്രണ്ട് ഉണ്ടോ എന്ന്? ഇല്ല. അവരുടെ കൈ എൻ്റെ തലയിലൊക്കെ ചെന്ന് തഴുകി. നബീലയ്ക്ക് ഇത്ര വലിയ മോനുള്ളത് എനിക്കറിയില്ലായിരുന്നു. നേരത്തെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എനിക്ക് നിൻ്റെ പ്രായമുള്ളൊരു മോനോ മോളോ ഉണ്ടാകുമായിരുന്നു. അത് പറഞ്ഞ് എന്നെ കവിളിൽ കിസ് ചെയ്തു. എനിക്കത് തടയാൻ തോന്നിയില്ല. അവരുടെ സാമീപ്യവും അവരിൽ നിന്നടിക്കുന്ന സുഗന്ധവും എന്നെ കൊതിപ്പിച്ചു. അഫ്സൽ മോൻ എന്നെ വേണോ? വാ, എൻ്റെ ബെഡ്റൂമിലേക്ക് പോകാം. ഞാനൊരു യന്ത്രത്തെ പോലെ അവരുടെ പിറകെ പോയി. നീ ഇരിക്ക്, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് വരാം. റൂമിൻ്റെ അകത്ത് തന്നെയുള്ള ഡ്രസ്സിങ് റൂമിൽ കയറി. അവർ കുറച്ച് കഴിഞ്ഞ് ഒരു നൈറ്റ് ഡ്രസ്സ് ഇട്ട് വന്നു. നീ ആരെങ്കിലുമായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. അപ്പോൾ നിൻ്റെ തുടക്കം എൻ്റെ കൂടെയാണ്. അതുപോട്ടെ, ആരോടെങ്കിലും മോഹം തോന്നിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകും. ആഹാ, ആരാ നിൻ്റെ ആ ചരക്ക്? എൻ്റെ ഇളാമ്മയും അമ്മായിയും. ഫോട്ടോ ഉണ്ടോ അവരുടെ നിൻ്റെ ഫോണിൽ? അത് എനിക്കൊന്ന് കാണാൻ മാത്രമാണ്, അല്ലാതെ ഒന്നുമില്ല. ഞാൻ ഫോട്ടോ കാണിച്ചു കൊടുത്തു. എടാ, നീ മോഹിക്കുന്നതിലൊന്നും തെറ്റ് പറയാൻ പറ്റില്ല. കാണാൻ മുതലുണ്ട്. ഇത്ത എനിക്ക് ഉമ്മ തന്ന് എന്നെ കെട്ടിപ്പിടിച്ച് ബെഡിലേക്ക് മറിഞ്ഞു. എൻ്റെ ഉമ്മയുടെ മൊഞ്ചത്തി കൂട്ടുകാരിയുമായി അന്ന് ജീവിതത്തിൽ ആദ്യമായി ഞാൻ ആഗ്രഹിച്ച ചില കാര്യങ്ങളൊക്കെ ഭംഗിയായി നടന്നു. സുറുമി ഇത്താത്ത എന്നെ ശരിക്കും സ്വർഗം കാണിച്ചു. നീ കൊള്ളാലോ, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് ഇങ്ങോട്ട് വാ, ഇത്തയ്ക്ക് ഇഷ്ടമായി നിന്നെ. അവർക്ക് നല്ല മൂഡായി. ആകെ മുഖം ചുവന്ന് വികാരഭരിതയായി. അഫ്സൽ, ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടരുത്. എന്താ ഇത്താ? നിൻ്റെ ഉമ്മ എന്നെപ്പോലെ ആരെങ്കിലും വിളിച്ച് ഇതേപോലൊക്കെ ആയാൽ നിനക്ക് പ്രശ്നമുണ്ടോ? അത് പിന്നെ ഇല്ലാതിരിക്കുമോ? അതെന്താ, അവൾക്കും ഇല്ലേ ആഗ്രഹം? നിൻ്റെ ഉപ്പ ഗൾഫിൽ പോയിരുന്ന അവളുടെ ആഗ്രഹങ്ങൾ ആര് തീർത്തു കൊടുക്കും? ഉപ്പ നാട്ടിൽ വരുമ്പോൾ അതൊക്കെ വേണ്ട വിധത്തിൽ സാധിച്ചു കൊടുക്കില്ലേ? ഇത്ത എൻ്റെ തലയിൽ തഴുകിക്കൊണ്ട് എന്നെ കൂളാക്കി പറഞ്ഞു. എടാ, നിൻ്റെ ഉമ്മാക്ക് നല്ല കഴപ്പാണ്. അവൾ ഒരാളെ ഒപ്പിച്ചിട്ടുണ്ട്. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ഞാനൊന്നും പറയാതെ ബെഡിലിരുന്നു. നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഞാൻ തരും. നീ ഒന്നും ഉപ്പയോടോ കുടുംബത്തിലോ അത് പറയരുത്. എനിക്കറിയാം ഉമ്മ പ്രശാന്തേട്ടൻ്റെ കൂടെ ഓരോന്ന് ചെയ്യുന്നത്. നീ കണ്ടോ അപ്പോൾ? എന്നിട്ട് ആരോടും പറഞ്ഞിട്ടില്ലല്ലോ? ഇല്ല, പക്ഷെ ചേട്ടൻ ഉമ്മയെ എനിക്കെന്തോ പേടിയാകുന്നു. ഇത്ത എൻ്റെ കവളിലൊരു ഉമ്മ തന്നിട്ട്, അവൾ സുഖിക്കട്ടെ, പാവമല്ലേ. അഫ്സൽ, എടാ എൻ്റെ മുത്തേ.
അവരെന്നെ വീണ്ടും ഒരു മായിക ലോകത്തേക്ക് കൊണ്ടുപോയി. ആദ്യ അനുഭവമായിരുന്ന എനിക്ക് എല്ലാം ഒരു പുതുമയായിരുന്നു. പ്രശാന്തേട്ടൻ വെറുതെ അല്ല പെണ്ണിൻ്റെ പിറകെ പോകുന്നത്. ഇത് വല്ലാത്തൊരു ലഹരിയാണെന്ന് മനസ്സിലായി. എല്ലാം കഴിഞ്ഞു. ആകെ വിയർത്ത് കുളിച്ച് രണ്ടുപേരും അവിടെ കുറച്ചു നേരം കിടന്ന് എണീറ്റ് ഞാൻ ഫ്രഷായി ഡ്രസ്സ് മാറി. അഫ്സൽ, താങ്ക്സ് ഇതുപോലെ ഒരു ദിവസം നൽകിയതിന്, സുറുമിത്ത പറഞ്ഞു. ഇത്ത എനിക്ക് അവരുടെ ഫോൺ നമ്പർ തന്നു. അവിടുന്ന് തിരിച്ചു പോരും മുന്നേ ഇത്ത വീണ്ടും ഉമ്മയുടെ കാര്യം പറഞ്ഞ് എന്നെ കൊണ്ട് സമ്മതിപ്പിച്ചു. രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞാൻ മുകളിൽ എൻ്റെ റൂമിൽ പോയി ഡ്രസ്സ് മാറി ഒരു മുണ്ടും ടീഷർട്ടും എടുത്തിട്ട് താഴെ വന്ന് ഫോൺ നോക്കിയിരുന്നു. അപ്പോൾ ഉമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. കുറച്ചു കഴിഞ്ഞ് ഉമ്മ വാതിലടച്ചു. കാമുകൻ്റെ കോളാകും. എന്നാലും പ്രശാന്ത് ഇത് ഉമ്മാനെ വിടാതെ കൂടിയത്. പൊതുവെ ഒരു പെണ്ണിനെ മടുത്താൽ അടുത്തത് നോക്കുന്ന ആളാ. ഇതിപ്പോൾ എന്താ വിടാത്തത്? ഉമ്മാനെ ചേട്ടന് അത്ര ഇഷ്ടമായതുകൊണ്ടാകും. ഉപ്പാക്കിതൊന്നും അറിയണ്ട. ഒമാനിൽ കിടന്ന് ജീവിതം കളഞ്ഞാൽ മതി. ഉമ്മ ഇവിടെ കാണിക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? ഞാൻ ഉമ്മാൻ്റെ വാതിലിൻ്റെ തുളയിലൂടെ അകത്തേക്ക് നോക്കി. ഉമ്മ ചോദിക്കുന്നത് ഞാൻ കേട്ടു. എന്താ ചെക്ക നിൻ്റെ വിചാരം? അതൊന്നും പറ്റൂല. എനിക്കെല്ലാം മനസ്സിലാകുന്നൊരു മോനുണ്ട്. വെറുതെ വേണ്ടാത്ത മോഹമൊന്നും എനിക്ക് നൽകല്ലേ. ഞാനൊരു പാവമാണ്, ജീവിച്ചു പോയിക്കോട്ടെ. പ്രശാന്ത്, നബീല, ഇനി എന്തിനാ നിനക്ക് അസീസ്? എല്ലാം ഞാൻ എടുത്തില്ലേ? ഉമ്മ, എടാ എനിക്കിപ്പോൾ നിന്നെ കാണാതിരിക്കാൻ പറ്റുന്നില്ല. എപ്പോഴും നീ അടുത്ത് വേണമെന്ന് തോന്നുകയാണ്. പ്രശാന്ത്, അവൻ ഉറങ്ങാൻ റൂമിൽ പോയാൽ വിളിക്ക്, ഞാൻ വരാം. നിൻ്റെ എല്ലാ സങ്കടവും മാറ്റിത്തരാം. ഉമ്മ, ഏത് ഡ്രസ്സാണ് ഇട്ടാണ് ഞാൻ ഇന്നിട്ട് കാണേണ്ടത്? പ്രശാന്ത്, ഇന്നലെ വാങ്ങിത്തന്നത്. ഉമ്മ, എനിക്ക് തോന്നി നീ അത് തന്നെ പറയുമെന്ന്. കോള് കട്ട് ചെയ്ത് ഉമ്മ വാതിലിനടുത്തേക്ക് വരുന്നത് കണ്ടു. ഞാൻ വേഗം എണീറ്റ് ചെയറിൽ പോയിരുന്ന് റീൽസ് നോക്കി കണ്ടു. വാതിൽ തുറന്ന് ഉമ്മ, മാനു എടാ, ചോറ് കഴിച്ച് വേഗം കിടക്കാം, ഉറക്കം വരുന്നു. ശരി ഉമ്മ. ഉറക്കം വന്നിട്ടൊന്നുമല്ല, കാമുകനെ വിളിച്ച് വീട്ടിൽ കയറ്റാനാണ് കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ നോക്കുന്നു. നിങ്ങളെ കള്ളക്കളി എനിക്കറിയുമെന്ന് നിങ്ങൾക്കറിയില്ലല്ലോ. അന്ന് രാത്രി താഴെ നടക്കുന്നത് കാണാനുള്ള ശക്തി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഉറക്കം വരാതെ കിടന്നു. ഒടുവിൽ വാതിൽ തുറന്ന് അടയ്ക്കുന്ന ശബ്ദം കേട്ടപ്പോൾ ഞാൻ ഫോൺ എടുത്തു നോക്കി. സമയം 2 മണി. ഇത്ര സമയം അവർ എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ദിവസം മുന്നോട്ട് പോകും തോറും ഉമ്മയിൽ എന്തൊക്കെയോ മാറ്റം കണ്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്യപ്പാക്ക് സീരിയസ് ആണ് എന്ന് പറഞ്ഞ് എലാമ്മ വിളിക്കുന്നത്. ഞാൻ ബൈക്ക് എടുത്തെത്തിയപ്പോൾ ചലനമറ്റ് കിടക്കുന്ന വല്യപ്പാനെയാണ് കണ്ടത്. ഉപ്പാനെയും എളാപ്പാനെയും ഞാൻ വിവരം അറിയിച്ചു. എളാപ്പാക്ക് വരാൻ പറ്റിയില്ല. ഉപ്പ അന്ന് തന്നെ അവിടുന്ന് കയറി. പിറ്റേന്ന് കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും തറവാട്ടിൽ കുറച്ച് ദിവസം നിന്നു. 7 ദിവസം കഴിഞ്ഞ് എല്ലാവരും പോയി. അവസാനം എളാമ്മ മാത്രമായി. അന്ന് എളാപ്പ ഉപ്പാനെ വിളിച്ച് എന്നെ തറവാട്ടിൽ കുറച്ച് ദിവസം നിർത്താൻ ചോദിച്ചു. എളാമ്മക്ക് കുറച്ച് ദിവസം ഒന്ന് ഓക്കെ ആകാൻ. അങ്ങനെ ഞാൻ വീണ്ടും തറവാട്ടിൽ പോയി. ആദ്യ 2 ദിവസം സാധാരണ പോലെ പോയി. പിന്നെ എളാമ്മയെ കാണുമ്പോൾ എനിക്ക് മുമ്പ് തോന്നിയ പോലെ വേണ്ടാത്ത ചിന്തകൾ തോന്നി. ഞാൻ അവർ കാണാതെ അവരുടെ റൂമിൽ കയറി അവർക്ക് വേണ്ടപ്പെട്ട ഒരു സാധനം എടുത്തോണ്ട് പോയി. സുറുമിത്തയെ വിളിക്കുമ്പോൾ ഞാൻ തറവാട്ടിലാണെന്ന് പറയുമ്പോൾ അവർ, എടാ ഇതൊരു ചാൻസാണ്, ഒന്ന് മുട്ടി നോക്ക്. അത് വേണോ? പ്രശ്നമാവൂലേ? ഒരു പ്രശ്നവും ഉണ്ടാകില്ല. നിന്നെ കിട്ടിയാൽ പിന്നെ അവർ നിന്നെ വിടില്ല. ഇത്താ വെറുതെ എന്നെ കുഴി ചാടിക്കാനാണോ? നീ വേണമെങ്കിൽ ചെയ്, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. പിറ്റേന്ന് ഞാൻ എലാമ്മയെ ചുറ്റിപ്പറ്റി നിന്ന് ഓരോ കാര്യങ്ങൾ ചോദിച്ചു. എലാപ്പയുടെ കാര്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എലാമ്മ പതുക്കെ മനസ്സ് തുറന്ന് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഉള്ളിൽ എവിടെയോ പ്രശ്നങ്ങൾ ഉള്ളതായി തോന്നി. എൻ്റെ നോട്ടവും ചോദ്യവും അവർ ശ്രദ്ധിച്ചു. എളാമ്മ പറഞ്ഞു, എന്താ മാനു, നിനക്ക് എന്നോട് ഇപ്പോൾ ഒരു സ്നേഹം? എനിക്കെപ്പോഴും സ്നേഹമുണ്ട്, നിങ്ങളത് കാണാത്ത കൊണ്ടാ. എന്താ പറ്റി നിനക്ക്? പതിവില്ലാതെ ഒരു ചുറ്റിക്കളി?
നിങ്ങൾക്കൊരു കൂട്ടായിക്കോട്ടെ എന്ന് കരുതി ഇപ്പോൾ അതും സംശയമാണോ? ഞാൻ കാണുന്നുണ്ട് നിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന്. എന്താ എളാമ്മ അങ്ങനെ പറയുന്നേ? എൻ്റെ റൂമിൽ കയറി അതൊക്കെ നീ എന്തിനാ എടുക്കുന്നത്? ഞാനൊന്ന് ഞെട്ടി. അത് പിന്നെ എനിക്ക് എന്താ പറയുകയെന്നറിയാതെ നിന്ന് തിരിഞ്ഞു. ചീത്ത കൂട്ടുകൂടി നീ വൃത്തികേടൊക്കെ പഠിച്ച് വെച്ചേക്കണ്. ഞാനൊരു ചീത്തയൊക്കെ പ്രതീക്ഷ നിൽക്കുമ്പോൾ എളാമ്മ പറഞ്ഞു, മാനു എന്താ മിണ്ടാത്തത്? ഞാൻ ഉമ്മയോട് പറയണോ? വേണ്ട, ഞാൻ അറിയാതെ പറ്റിപ്പോയി. ശരി ശരി, ഞാൻ പറയുന്നില്ല, പേടിക്കണ്ട. അതുപോട്ടെ, നിനക്കെന്തിനാ നീ അതൊക്കെ എടുത്തത്? അത് വെറുതെ നോക്കിയതാ. കള്ളം പറയണ്ട, അതൊന്നുമല്ല, ഞാൻ കണ്ട് നീ അതെന്താ കാണിക്കുന്നതെന്ന്. എല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്തിനാ ചോദിക്കുന്നത്? അത് നിൻ്റെ വായിന്നത് കേൾക്കാൻ എന്താ എന്നെ കാണുമ്പോൾ നിനക്ക് തോന്നുന്നത്? പറഞ്ഞാൽ നിങ്ങൾ ദേഷ്യപ്പെടുമോ? അത് കാര്യം കേട്ടാലല്ലേ പറയാൻ പറ്റൂ. എന്നാ ഞാൻ പറയുന്നില്ല. പറമാനു, ഞാൻ ദേഷ്യപ്പെടില്ല. എനിക്കിഷ്ടമാണ് നിങ്ങളെ കെട്ടിപ്പിടിക്കാനും കിസ് ചെയ്യാനും ഒക്കെ. നീയാൾ കൊള്ളാലോടാ. പിന്നെ വേറെ ഒന്നുമില്ലേ? വേറെ എന്ത്? അച്ചോടാ, ഒന്നും അറിയാത്ത കുട്ടി, എന്താ നിൻ്റെ ആഗ്രഹം? ഞാൻ സാധിച്ചു തരണോ? ആരെങ്കിലും അറിഞ്ഞാലോടാ? ആരും അറിയില്ല. എന്നാൽ ഇന്ന് രാത്രി എൻ്റെ റൂമിൽ കിടക്കാം. മുത്തു അവൻ കണ്ടാലോ? ഞാൻ ചോദിച്ചു. എളാമയുടെ 8 വയസ്സുള്ള മൂത്ത മോൻ. അവരെ അപ്പുറത്ത് റൂമിൽ കിടത്താം. അവരുറങ്ങിയിട്ട് നീ റൂമിൽ വന്നാൽ മതി. ഞാൻ അവരെ കെട്ടിപ്പിടിച്ചൊരുമ്മ നൽകി. എടാ വിട്, ആരെങ്കിലും കണ്ടുവരും. രാത്രി ഞാൻ തരാം, നിൻ്റെ പൂതി തീരും വരെ. രാത്രിയായി, കുട്ടികൾ ഉറങ്ങി. ഞാൻ എളാമ്മയുടെ വിളിക്കും വേണ്ടി കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞ് എളാമ്മ ഞാൻ ഇതുവരെ ഉടുത്ത് കണ്ടിട്ടില്ലാത്ത ഒരു നൈറ്റ് ഡ്രസ് ഇട്ട് എൻ്റെ അടുത്ത് വന്നു. എന്താ മാനു, ഇവിടെ ഇരിക്കുകയാണോ? വാ, കിടക്കണ്ടേ? വേണ്ട, എനിക്ക് നിങ്ങളെ കെട്ടിപ്പിടിച്ച് നേരം പുലരും വരെ ഇരിക്കണം. പിന്നീട് സുഹ്റ എളാമ്മയും ഞാനും കൂടി അങ്ങ് സ്വർഗലോകത്തിൽ സഞ്ചരിച്ചു. താങ്ക്സ് മാനു, എനിക്കിത്ര നല്ല സുഖം നൽകിയതിന്. കള്ളനാട്ടോ നീയ്. എല്ലാം എവിടുന്നാ നീ പഠിച്ചേ? എൻ്റെ കവിളിൽ നുള്ളി. പിന്നെയും ഒന്നുകൂടി നടന്നു. ശേഷം കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അങ്ങനെ ഉപ്പ തിരിച്ച് ഒമാനിലേക്ക് പോയി. പോകുന്നതിൻ്റെ ഒരാഴ്ച വരെ ഞാൻ തറവാട്ടിൽ എളാമ്മയുടെ കൂടെ ശരിക്കും അടിച്ചു പൊളിച്ചു. എന്നും രാത്രി ഞങ്ങൾ ഒന്നിച്ചായി ഉറക്കം. പലതവണ ഞങ്ങൾ ആഘോഷിച്ചു. തിരിച്ച് വീട്ടിലേക്ക് പോരുമ്പോൾ എളാമ്മക്ക് എന്നെ പറഞ്ഞു വിടാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. തറവാട്ടിൽ ശരിക്കും ഒറ്റയ്ക്കായി. സുഹ്റ എളാമ്മ ഇടയ്ക്ക് എളാമ്മയുടെ ഉമ്മ സുബൈദ വന്ന് നിൽക്കും. ഉപ്പ പോയി 4 ദിവസം കഴിഞ്ഞ് ഞാനും ഉമ്മയും പുത്തനത്താണി ഉമ്മാൻ്റെ വീട്ടിൽ പോയി. ഉമ്മുമ്മാനെ കണ്ട് സംസാരിച്ച് ഞാൻ അടുക്കളയിൽ പോയി. പതിവ് പോലെ ഞാൻ ഷേപ്പാക്കിയ 3 പീസാണ് സാബിറ അമ്മായിൻ്റെ വേഷം. തട്ടൻ തലയിൽ പകുതിയായി കെട്ടിവെച്ച് കഴുത്ത് കാണിച്ചാണ് ഇട്ടിരിക്കുന്നത്. അമ്മായി ചോദിച്ചു, എന്താ മാനു ഇങ്ങനെ മിണ്ടാതെ നോക്കി നിൽക്കുന്നത്? അമ്മായി ഓരോ ദിവസം കൂടുന്തോറും ഭംഗി കൂടി വരികയാണ്. കണ്ണ് വെക്കാതെടാ, എന്തായാലും നിൻ്റെ ഉമ്മാൻ്റെ അത്രയില്ല. അങ്ങോട്ട് വന്ന് ഉമ്മ പറഞ്ഞു, എടാ നീ സ്കൂട്ടി എടുത്ത് വീട്ടിലേക്ക് വൈകുന്നേരം പോരെ. ഞാൻ സുറുമിയുടെ കൂടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാം. വരാൻ വൈകും. അപ്പോൾ അങ്ങോട്ട് നിങ്ങളെങ്ങനെ പോകും? അത് അവളന്ന് വീട്ടിൽ വന്നില്ലേ, അയാളെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയെന്നാ. ഉമ്മ കുറച്ച് കഴിഞ്ഞ് പോയി. ഞാൻ ഫോണെടുത്ത് സുറുമിത്തയെ വിളിച്ചു. സുറുമിത്ത ചോദിച്ചു, എന്താടാ എളാമ്മയെ കിട്ടിയപ്പോൾ എന്നെ മറന്നോ? വിളിയുമില്ല, ഇങ്ങോട്ട് വരവുമില്ല. അതൊന്നും അല്ലിത്ത, വരാനൊരവസരം ഒത്തു വന്നില്ല. പിന്നെ ഉമ്മ വിളിച്ചിരുന്നോ? ഇല്ല, ഇന്നലെ വിളിച്ചിരുന്നു. എന്താ ചോദിച്ചത്? എന്നോട് നിങ്ങളുടെ കൂടെ കൂട്ടുകാരിയെ കാണാൻ പോകാമെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് പോയത്. അതാ. അത് പ്രശാന്തിൻ്റെ കൂടെ പുറത്തു പോയതാകും. അവർ പോയി എൻജോയ് ചെയ്യട്ടെ. നീ ഇങ്ങോട്ട് വന്നാൽ നിനക്കും എൻജോയ് ചെയ്യാം. ഞാൻ പുത്തനത്താണി ഉമ്മാൻ്റെ വീട്ടിലാണ്. നാളെ വരാം. നാളെ വാ. എന്നാൽ
നീ അമ്മായിനെ ട്യൂൺ ചെയ്യാൻ നോക്ക്. പോയിത്താ. ഫോൺ വെച്ച് ഞാൻ അമ്മായിൻ്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയം സുറുമി പ്രശാന്തിനെ ഫോൺ വിളിച്ചു. ഫോൺ റിങ് അടിച്ചപ്പോൾ പ്രശാന്ത് ഫോൺ നോക്കി. നബീല ചോദിച്ചു, ആരാ പ്രശാന്തേ? സുറുമിത്തായാണ്. എടുക്ക്, സ്പീക്കറിലിട്. ഹലോ, എന്താ പ്രശാന്ത്? കൂട്ടുകാരിയെ നിനക്കിപ്പോൾ കാണാതെ ഇരിക്കാൻ പറ്റാതായോ? നബീല ചോദിച്ചു. എന്താടി, അസൂയുണ്ടോ? സുറുമി, നീ കെട്ടിയോ ഗൾഫിൽ പോയിട്ട് ഇങ്ങനെ പട്ടിണിയായി നടക്കുന്നത് കണ്ടപ്പോൾ ഞാനല്ലേ അവനെ നിനക്ക് തന്നത്. പിന്നെ നിൻ്റെ മോൻ വിളിച്ചിരുന്നു. നബീല, ആണോ? എന്താ ചോദിച്ചത്? സുറുമി, നീ എൻ്റെ അടുത്തേക്ക് പോക എന്ന് പറഞ്ഞതല്ലേ. അവനറിയാം നീ ആരുടെ കൂടെയാണെന്ന്. പ്രശാന്ത്, ഇവൾക്കാണ് അവൻ കെട്ടിയവനോട് പറയുമോ എന്ന് പേടി. സുറുമി, അവൻ ആരോടും പറയില്ല. അത് ഞാൻ പറഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട്. നീ എൻജോയ് ചെയ്യ് നബീല. നമ്മുടെ ജീവിതം മറ്റൊരാൾക്ക് വേണ്ടി കളയാനുള്ളതല്ല. പ്രശാന്ത്, ഇത്താ, നിങ്ങളാണ് യഥാർത്ഥ കൂട്ടുകാരി. അഫ്സൽ അറിയോ അവൻ്റെ ഉമ്മാനെ പിഴപ്പിക്കുന്നത് ഇത്ത ആണെന്ന്? സുറുമി, അതിൻ്റെ നുണം നിനക്ക് കിട്ടുന്നില്ലേടാ? നബീല, എടി, നീ പറഞ്ഞത് വിശ്വസിച്ചിട്ടാണ് ഞാൻ. അവൻ ആരോടെങ്കിലും പറഞ്ഞു കാണുമോ? സുറുമി, ഒരിക്കലുമില്ല. പ്രശാന്ത് വീട്ടിൽ വരുന്നതെല്ലാം അവൻ അറിയാം. വെറുതെ അവനെ ഉറക്കി കിടത്തുകയൊന്നും ചെയ്യണ്ട. നബീല, എനിക്കറിയില്ല. ഇപ്പോൾ അവനെ നോക്കാൻ പോലും എനിക്ക് മടിയാ. എന്നോട് വെറുപ്പുണ്ടാകുമോ? സുറുമി, അത് ഞാൻ ചോദിച്ചു. അപ്പോൾ അവൻ പറയുന്നത് ഉമ്മാനെ വെറുക്കാൻ ഉമ്മ മാത്രമല്ലല്ലോ, ഉപ്പ ഉമ്മാക്ക് വേണ്ടത് നല്ലപോലെ കൊടുക്കാത്തത് കൊണ്ടല്ലേ എന്ന്. നബീല, അവൻ അങ്ങനെ പറഞ്ഞോ? സുറുമി, അതാ ഞാൻ പറഞ്ഞത്. ഇനി നീ ഒളിഞ്ഞും പാത്തുള്ള പരിപാടി നിർത്ത്. അവന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഫോൺ വെച്ച് പ്രശാന്ത് നബീലയും കൊണ്ട് ആലപ്പുഴ റിസോർട്ടിൽ പോയി. ഞാൻ സബീറ അമ്മായിൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. സുഹൈലിക്ക വരുന്നില്ലേ അമ്മായി? ഇനി 1 കൊല്ലം ഉണ്ട് വരാൻ. നിങ്ങളെ ഞാനാണ് കിട്ടിയതെങ്കിൽ എവിടെയും പോകില്ല, കൂടെ തന്നെ ഉണ്ടാകും. ആണോ? കുറച്ച് ദിവസമായിട്ട് നിനക്ക് കോഴിത്തരം കുറച്ച് കൂടുന്നുണ്ട്. അത് കൊള്ളാം. ഞാനൊരു കമ്പനി തന്നപ്പോൾ അത് കോഴിത്തരമായോ? എന്നാൽ ഇനി ഞാനിവിടെ നിൽക്കുന്നില്ല. എടാ പോലെ, നിന്നോടൊന്നും പറയാനും പറ്റില്ല. നിനക്ക് എന്നും വന്നൂടെ ഇങ്ങോട്ട്? ശരിക്കും നീ വരുമ്പോഴാണ് ഞാനൊന്ന് ചിരിക്കുന്നത്. അതെന്താ? ഇവിടെ ആരാ ഒന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാൻ? ഇക്ക വിളിക്കും, സംസാരിക്കുമ്പോൾ കടയിൽ ആൾ വന്ന് പറഞ്ഞു വെക്കും. പിന്നെ രാത്രി ഉറക്കം വരുന്നു, സമയം വിളിക്കും, അപ്പോഴൊന്നും ശരിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഉമ്മുമ്മ ഒന്നും പറയൂലേ? അവരിപ്പോൾ ആ റൂമിൽ നിന്ന് ഭക്ഷണം കഴിക്കാനല്ലാതെ പുറത്തിറങ്ങാറുണ്ടോ? ഞാൻ എന്നും വരുന്നതിനൊന്നും എനിക്ക് ബുദ്ധിമുട്ടില്ല. പക്ഷേ അങ്ങനെ എന്നും വന്നാൽ എനിക്ക് നിങ്ങളോട് പ്രേമമായാലോ? അഫ്സൽ ചക്ക, വേണ്ട, കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. സത്യമാണ് ഞാൻ പറഞ്ഞത്. എനിക്കിഷ്ടമാണ്. ഞാൻ അവരെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചതേ ഓർമ്മയുള്ളൂ. എൻ്റെ ചെവി അടഞ്ഞ പോലെ പൊന്നീച്ച പാറും രീതിയിൽ അടിപൊട്ടി. ഞാൻ എൻ്റെ കവൾ ചുവന്ന്, അമ്മായിൻ്റെ വിരലടയാളം തെളിഞ്ഞ് ഞാൻ അവിടുന്ന് ഹാളിൽ വന്നിരുന്ന് വേദന കൊണ്ട് കണ്ണു നിറഞ്ഞു. സബീറ അമ്മായിക്ക് ആകെ സങ്കടമായി. എൻ്റെ ഉമ്മ പോലും ഇതുവരെ എന്നെ അടിച്ചിട്ടില്ല. എല്ലാവരുടെയും പൊന്നാണ് ഞാൻ. എനിക്കെന്തെങ്കിലും പറ്റിയാൽ എല്ലാവർക്കും വലിയ വിഷമമാണ്. അമ്മായി എൻ്റെ അടുത്ത് വന്ന് സങ്കടത്തോടെ എന്നെ വിളിച്ചു. മാനു, വേദനിച്ചോ നിനക്ക്? അമ്മായി, നീ അങ്ങനെ ചെയ്തപ്പോൾ അറിയാതെ പറ്റിപ്പോയി. നോക്കട്ടെ? സാരില്ല, ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. എനിക്ക് അമ്മായിനെ കണ്ടപ്പോൾ അറിയാതെ. സോറി അമ്മായി. ഞാൻ നോക്കട്ടെ? നീ കൈ മാറ്റിക്കേ. ഞാൻ ടേബിളിൽ നിന്ന് മുഖം പൊക്കി. എൻ്റെ കലങ്ങിയ കണ്ണും വെളുത്ത കവിളിൽ ചുവന്ന് കൈവിരലിൻ്റെ അടയാളം കണ്ട് അമ്മായിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അകത്തുപോയി മരുന്നെടുത്തു കൊണ്ടുവന്ന് പുരട്ടിത്തന്ന് അമ്മായിക്ക് കരച്ചിൽ വന്നു. മരുന്ന് തേക്കുമ്പോൾ എനിക്ക് നീറ്റൽ വന്നു. ഞാനത് പുരട്ടാൻ സമ്മതിച്ചില്ല. ഞാൻ പതുക്കെ തേച്ചു തരാം, വേദനിക്കില്ല മാനു, നല്ല കുട്ടിയല്ലേ.
അന്ന് ഉമ്മുമ്മാൻ്റെ അടുത്തേക്ക് പിന്നെ ഞാൻ പോയില്ല. ഉച്ചയ്ക്ക് ചോറ് കഴിച്ച് ഞാനൊന്ന് മയങ്ങിയ ശേഷം വീട്ടിലേക്ക് പോരാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ അമ്മായി ചോദിച്ചു, മാനു എന്നോട് വെറുപ്പായോ? ഒരിക്കലുമില്ല, അത് സാരില്ല അമ്മായി. ഉമ്മ ചോദിച്ചാൽ എന്താ പറയുക നീ? അറിയൂല, അതാ ഒരു പ്രശ്നം. ഇന്ന് പോകണ്ട, ഇവിടെ നിന്നോ. ആ മരുന്ന് ഒരു വട്ടം കൂടി തേച്ചിട്ട് നാളെ പോകാം. അപ്പോഴേക്കും ആ പാട് പോകും. നല്ല കുട്ടിയല്ലേ. ഉമ്മ ഒറ്റയ്ക്കല്ലേ, സമ്മതിക്കൂല. അത് ഞാൻ വിളിച്ചു പറയാം. അമ്മായിൻ്റെ സങ്കടം കണ്ട് ഞാൻ സമ്മതിച്ചു. അങ്ങനെ അമ്മായി ഉമ്മാക്ക് വിളിച്ചു പറഞ്ഞ് അന്ന് ഞാൻ അവിടെ നിന്നു. എനിക്കുമ്മ തനിച്ചൊരിക്കലും നിൽക്കില്ല. പ്രശാന്തേട്ടൻ ഇന്ന് കൂട്ടുണ്ടാകും. അവർക്കിതൊരവസരമായി. അമ്മായി ചോദിച്ചു, നീ എന്താ ആലോചിക്കുന്നത് മാനു? ഒന്നുമില്ല. അമ്മായി ചായ കുടിച്ചിട്ട് ഞാൻ ആ മരുന്ന് ഒന്നുകൂടെ തേച്ച് തരട്ടെ എന്ന് ചോദിച്ചു. വേണ്ടമ്മായി, രാത്രി ഞാൻ തേക്കുന്നുണ്ട്. അതേസമയം നബീല, എടാ എന്നെ സുറുമീൻ്റെ വീട്ടിലിറക്കിയാൽ മതി, വീട്ടിലേക്ക് പോകണ്ട. പ്രശാന്ത്, കള്ളി, അപ്പോൾ ഇന്ന് പൊളിക്കാനുള്ള തീരുമാനമാണ്. നബീല, നിനക്കല്ലേ ഇന്ന് ലോട്ടറി അടിച്ചത്, ഇന്ന് ഞങ്ങളെ ഒരുമിച്ച് കിട്ടൂലേ? അവളെ വിളിച്ചു പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? അവളിന്ന് അവളുടെ പാർലറിൽ പോയി ഒന്ന് മിനുക്കിയെടുക്കാനുണ്ടെന്ന്. അത് കലക്കും, പോടാ. രണ്ടും കൂടി എന്നെ കൊല്ലാതിരുന്നാൽ മതി, പ്രശാന്ത് പറഞ്ഞു. അങ്ങനെ പ്രശാന്ത് നേരെ സുറുമിയുടെ വീട്ടിലേക്ക് പോയി. സുറുമി വാതിൽ തുറന്ന് അവനെ അകത്ത് കയറ്റി. കുറച്ച് സമയം സംസാരിച്ചിരുന്ന് അവർ സുറുമിയുടെ കൂടെ അവളുടെ പാർലറിൽ പോയി. സമയം 6 മണിയായി, ഇരുട്ടായി തുടങ്ങിയിരുന്നു. സുറുമി എവിടെ? നിൻ്റെ സ്റ്റാഫ് ഒരുത്തിയുള്ളൂ. വർക്കുണ്ട്, അതിന് പോയതാ. അങ്ങോട്ട് വന്ന സ്റ്റാഫ് ചോദിച്ചു, മാം ഞാൻ പോട്ടെ ഇനി? ഓക്കെ, ചാവി രാവിലെ വീട്ടിൽ വന്ന് വാങ്ങൂലേ? ഓക്കെ മാം. പ്രശാന്ത്, എന്നാൽ നിങ്ങൾ റെഡിയാക്, ഞാൻ അപ്പോഴേക്കും വരാം. സുറുമി, എടാ കുടിച്ചു ഫിറ്റായി വരണ്ട, പിന്നെ ഞാൻ പറഞ്ഞത് കൊണ്ടുവാ. പ്രശാന്ത് ഒരു അയഞ്ഞ ചിരിയോടെ ഓക്കെ ഇത്ത, അതേറ്റ്. അവൻ പോയി കഴിഞ്ഞപ്പോൾ സുറുമി, എന്താ നബീല, നീ അവനെപ്പോൾ വിടുന്നില്ലല്ലോ? എന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ ഇക്കാനെ ചതിക്കാൻ പറ്റൂല, എൻ്റെ മോൻ അറിയും. ഇപ്പോൾ എന്താ, മോൻ അറിഞ്ഞിട്ടൊരു പ്രശ്നമില്ല. പിന്നെ കെട്ടിയോൻ, മൂപ്പരും ഒന്നും അറിയില്ല. സുറുമി, വാ, നിനക്കെൻ്റെ കഴിവുകൾ കാണിച്ചു തരാം. നബീല, എടി നീ എന്താ ഫേസ്ലിനല്ലേ ചെയ്യുന്നത്? നിന്നെ ഒരു സ്വർഗ്ഗഹൂറിയാക്കും, എന്താ പോരെ? അതൊക്കെ വേണോ? സുറുമി നബീലെ ഒരുക്കാൻ തുടങ്ങി. ഒരുപാട് സമയമെടുത്ത് ശരീരം കൂടുതൽ ഫിറ്റായ കിടിലൻ ലുക്കുള്ള ചുവന്ന കളർ ഡ്രസ്സിട്ട് കൊടുത്തു. സുറുമി, ഇതിട്ട് എങ്ങനെ ഞാൻ പുറത്തിറങ്ങും? നിന്നെ ആരും തിരിച്ചറിയൂല, പോരെ? സുറുമി മുടി ഡിസൈൻ ചെയ്തു. നബീല പറഞ്ഞു, ഒരു ഷോളെങ്കിലും തലയിലിടാൻ താ സുറുമി, കഷ്ടമുണ്ട്. അപ്പോൾ സുറുമി പറഞ്ഞു, എന്താ എൻ്റെ മൊഞ്ചത്തേക്ക്? സുറുമി നബീലയെ കെട്ടിപ്പിടിച്ച് ചുണ്ടിൽ ഉമ്മ വെച്ചു. എന്താ സുറുമി നിനക്ക് പറ്റിയത്? നിന്നെ അന്ന് മീറ്റപ്പിന് കണ്ടപ്പോൾ മുതൽ ആഗ്രഹിച്ചതാണ്. നീ പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു ചരക്കായിരുന്നു, ഇപ്പോൾ കൊഴുത്ത് ഒരു ഉഗ്രൻ ചരക്കായിട്ടുണ്ട്. നബീലയെ പലതും ചെയ്തുകൊണ്ട് സുറുമി താല്പര്യം പ്രകടിപ്പിച്ചു. ഒട്ടും താല്പര്യമില്ലാതെ ഇരുന്ന നബീല പതുക്കെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. എന്താ മൂഡ് കയറുന്നുണ്ടോടി? സുറുമി, പ്ലീസ് വേണ്ട. ആ എൻ്റെ ഉമ്മ. സുറുമി ഒരു കുസൃതി കാണിച്ചപ്പോൾ നബീല, എടി എന്താ നീ കാണിക്കുന്നേ? അപ്പോഴേക്കും പ്രശാന്ത് വന്നു. സുറുമി പറഞ്ഞു, എടാ പോകാം നമുക്ക്. പിന്നെ എന്താ? നബീലയെ നോക്കി വാ തുറന്നു പോയവൻ. സുറുമി, എന്നാ നീ കാറെടുക്കടാ. ഞങ്ങൾ ഇറങ്ങി. സുറുമി ലിപ്സ്റ്റിക് ഇട്ട് തേനൊലിക്കുന്ന നബീലയുടെ ചുവന്ന ചുണ്ടിൽ നോക്കി. അവളുടെ കണ്ണിൽ വികാരം കൊണ്ട് എന്തോ ഒരു തിളക്കം, ഒരു അപ്സരസിനെ പോലെ തോന്നി. നബീല പറഞ്ഞു, സുറുമി ആളുകൾ കാണും, പ്ലീസ് ഇതെടുത്തിട്ട് പോകാം. സ്ലീവ്ലെസ് ഡ്രസ്സ് ആയതുകൊണ്ട് നബീല മടിയോടെ സുറുമീൻ്റെ കൂടെ പുറത്തിറങ്ങി. ആളുകൾ അവളെ നോക്കുമ്പോൾ തല താഴ്ത്തി എങ്ങനെയോ കാറിൽ കയറി. പ്രശാന്ത് സുറുമിയെ നോക്കി ചിരിച്ചു. അവർ സുറുമീൻ്റെ വീട്ടിലെത്തി. പ്രശാന്ത് ബിയർ ഓപ്പൺ ചെയ്ത് ഗ്ലാസ്സിൽ ഒഴിച്ചുകൊണ്ട് വന്നു. എന്താ സുറുമി, നീ ഇതൊക്കെ കുടിക്കുവോ? ലൈഫ് ഒന്നുള്ളൂ, ഇതൊക്കെ നമുക്ക് കുടിക്കാനാണ് ഉണ്ടാക്കിയത്, ഒന്ന് ട്രൈ ചെയ്യ്. വേണ്ട, ഞാൻ കുടിക്കൂല കേട്ടോ. പക്ഷെ സുറുമി അവളെ കൊണ്ട് നിർബന്ധിച്ച് കുടിപ്പിച്ചു.
നബീല ആകെ അവർ രണ്ടുപേരും ചേർന്ന് ചെയ്യുന്ന പ്രവൃത്തി കൊണ്ട് ആകെ മൂടായി നിൽക്കക്കള്ളി ഇല്ലാതെയായി. പതിയെ പതിയെ നബീല എല്ലാത്തിനും അവരോട് സഹകരിക്കാൻ തുടങ്ങി എന്ന് മാത്രമല്ല അവരുടെ കൂടെ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പ്രശാന്ത് അവരെ രണ്ടുപേരെയും മാറി മാറി സന്തോഷിപ്പിച്ചു. 3 പേരും കൂടി ആ രാത്രി ആഘോഷിച്ച് തിമിർത്തു. എല്ലാം കഴിഞ്ഞ് അങ്ങനെ കിടന്നുറങ്ങി. രാവിലെ നേരത്തെ എണീറ്റ് പ്രശാന്ത് ജിമ്മിൽ പോകാനുള്ളതുകൊണ്ട് അവിടുന്ന് പോന്നു. രാവിലെ 8 മണിയായപ്പോൾ സുറുമിയും നബീലയും ചായയൊക്കെ കുടിച്ചു. നബീല പറഞ്ഞു, ഇന്നലെ എന്തൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയത് സുറുമി, എനിക്കെന്തോ പേടിയാകുന്നു. എന്തിന്? എടി, ഇതൊക്കെ ആരെങ്കിലും അറിഞ്ഞാൽ നമുക്കൊരു ഫാമിലിയുണ്ട്, എല്ലാം തീരില്ലേ? തുടങ്ങി രാവിലെ തന്നെ നെഗറ്റീവ് അടിക്കാൻ. നീ തിരിച്ചൊന്ന് ചിന്തിക്ക്, ഈ സുഖം അപ്പോൾ കിട്ടുമോ? സുറുമി നബീലയെ ചേർത്ത് നിർത്തി പറഞ്ഞു, നിനക്ക് എൻ്റെ ഡ്രസ്സ് നല്ല അളവാണ്. എടി, ഞാൻ വീട്ടിൽ പോട്ടെ, ഞാൻ കൊണ്ടുവിടാം. സുറുമി നബീലയെ റൂമിലേക്ക് കൊണ്ടുപോയി. ഇന്നലെ ആ ഡ്രസ്സിൽ എന്ത് സെക്സി ലുക്കായിരുന്നു നീ. ഞാൻ ആദ്യമായാണ് അതുപോലുള്ള ഡ്രസ്സ് ഇടുന്നത്. നിനക്കിട്ടൂടെ, നല്ല ഭംഗിയുണ്ടാവും. എടാ, ഇക്കയ്ക്ക് ആകൂല. മാത്രമല്ല മോൻ്റെ മുന്നിൽ എങ്ങനെ അതൊക്കെ ഇട്ട്? ഇക്ക ഗൾഫിലല്ലേ, വരുമ്പോൾ ഇടാഞ്ഞാൽ പോരെ. പിന്നെ അഫ്സൽ, അവൻ ഇനി എന്താ കണ്ടാൽ? എല്ലാം കണ്ടില്ലേ? എടി, നീ എന്നെ ഓരോന്ന് പറഞ്ഞ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിതെന്താ പറ്റിയെന്ന് ഇപ്പോഴും ഒരു പിടുത്തം കിട്ടുന്നില്ല. ആണോ എൻ്റെ മുത്തേ? നബീലയെ ബെഡിലിരുത്തി നെറ്റിയിൽ ഉമ്മ വെച്ചു. അവിടെ ചിരി പടർന്ന് നബീല സുറുമിയുടെ കൂടെ വീണ്ടും സന്തോഷത്തിൽ ഏർപ്പെടാൻ തുടങ്ങി. നിനക്ക് വീട്ടിൽ പോണ്ടേ പെണ്ണേ? ആ. എന്താ, പ്രശാന്തിനെ മിസ് ചെയ്യുന്നുണ്ടോ? ഉണ്ട് പൊന്നെ. നിനക്ക് ഞാൻ പുതിയ ഒരാളെ തരട്ടെ. അതാരാ? നിൻ്റെ മോൻ്റെ കൂട്ടുകാരൻ ദാസ്. എടി, അവനോ? അത് വേണോ? എന്നെ വലിയ ബഹുമാനമാണ്. അത് സാരില്ല, ഞാൻ വിളിക്കാം. പുറത്താണ് അവൻ്റെ വീട്. സുറുമി ദാസിനെ വിളിച്ചു വരുത്തി. 10 മിനിറ്റ് കൊണ്ട് അവൻ വന്നു. ദാസ്, എന്താ ഇത്താ നൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഫോമിലാണല്ലോ. സുറുമി അവനെ വീടിൻ്റെ അകത്ത് കയറ്റി വാതിലടച്ചു. നിനക്ക് ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരട്ടെ? ആ. ആരാ എൻ്റെ ശിവ, ഇന്ന് കണ്ട കണി എന്നും കണ്ടിരുന്നെങ്കിൽ. ആട്ടെ, ആരാ? നിനക്കറിയുന്ന ഒരാളാണ്. റൂമിൻ്റെ വാതിൽ തുറന്ന് നബീലയെ കണ്ട ദാസ് ഞെട്ടി അത്ഭുതത്തോടെ നോക്കി. സുറുമി, എന്താ അറിയോ ഇവളെ? ദാസ് പറഞ്ഞു, ഇത്താ, ഇതെൻ്റെ ഫ്രണ്ട് അഫ്സലിൻ്റെ ഉമ്മയാണ്. ഇത്താ, നിങ്ങളെങ്ങനെ ഇവിടെ? സുറുമി പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എൻ്റെ കൂട്ടുകാരിയാ. പിന്നെ ഇത് അഫ്സൽ അറിയരുത്. ദാസ്, ഇല്ലിത്താ, ഞാൻ വീട്ടിൽ വരുമ്പോൾ ഒക്കെ ഇത്തയെ കണ്ട് എത്ര കൊതിച്ചിട്ടുണ്ട്. സുറുമി ദാസിനെ നബീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി അവർക്ക് ഒരു തുടക്കം നൽകി കൊടുത്തു. മകൻ്റെ കൂട്ടുകാരൻ്റെ മുന്നിൽ അല്പം നാണിച്ച് അവൾ പോകെ പോകെ നാണമെല്ലാം മാറി. കാണുമ്പോഴൊക്കെ കൊതിച്ച് നടന്നിരുന്ന കൂട്ടുകാരൻ്റെ ഉമ്മയെ പതുക്കെ വികാര ലോകത്തേക്ക് ദാസ് കൊണ്ടുപോയി. ദാസിൻ്റെ ഉറച്ച ചെറിയ രോമം നിറഞ്ഞ ശരീരം കണ്ട് കൊതിയോടെ നോക്കിയിരുന്നു നബീല. നബീല, ഇഷ്ടമായോ എന്ന് ദാസ് ചോദിച്ചു. ഇത്ര നാൾ തന്നെ ഇത്ത എന്ന് വളരെ ബഹുമാനത്തോടെ വിളിച്ചിരുന്ന അവൻ്റെ നാവിൽ നിന്ന് തൻ്റെ പേര് പറഞ്ഞുള്ള വിളി കേട്ട് നബീലയ്ക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നി. ദാസ്, അഫ്സലൊന്നും അറിയരുത്. ഇല്ല മുത്തേ. ദാസിൻ്റെ ആറ്റിറ്റ്യൂഡ് അവൾക്കിഷ്ടമായി. അവൻ്റെ സാമീപ്യം നബീലയെ വല്ലാതെ സന്തോഷിപ്പിച്ചു. അവൾ അവനെ നോക്കി ചിരിച്ചു. അവർ കൊഞ്ചി. സുറുമി പറഞ്ഞു, അത് ശരി, എന്താ ഇത് രണ്ടും കൂടി ഇത്ര പെട്ടെന്ന് പ്രേമമായോ? എന്താ നബീല, മോൻ്റെ കൂട്ടുകാരനെ ഇഷ്ടമായോ? നബീല ആകെ കൈവിട്ടു പോയിരുന്നു. മകൻ്റെ ഫോൺ വരുമ്പോഴും അവൾ അത് നോക്കാതെ സുഖലോകത്തേക്കുള്ള യാത്രയുടെ ഒരുക്കത്തിലായിരുന്നു. നബീല ഫോൺ എടുത്തു. എന്താ അഫ്സൽ വിളിച്ചത്? ഉമ്മ എവിടാ? സുറുമി പറഞ്ഞു, ഇവിടുണ്ട്. വീട്ടിലെത്തി, ഞാൻ വേഗം വരാൻ പറ. ആ, ഞാൻ പറഞ്ഞു നോക്കാം. ഫോണിലൂടെ ഉമ്മാൻ്റെ വികാരപ്രകടനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഫോൺ വെച്ച് കാത്തിരുന്നു. സുറുമിയുടെ വീട്ടിൽ ഈ സമയം ദാസചരിതം നബീല ആട്ടക്കഥ തുടങ്ങിയിരുന്നു. 2 പേരുടെയും കൂടി സുറുമി കൂടെ കൂടിയപ്പോൾ രംഗം കൊഴുത്തു. അരങ്ങ് തകർത്ത് അവർ 3 പേരും കൂടി അഴിഞ്ഞാടി.
ഈ കഥ തുടരണോ എങ്കിൽ കമൻറ്റ് ചെയ്യണം. കുറച്ച് ലെങ്തി സ്റ്റോറിയാണ്, ഒരുപാടുണ്ട്. ഇനിയും കുറച്ച് കഥാപാത്രങ്ങൾ കൂടി വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം സെക്കൻഡ് പാർട്ട് തുടങ്ങാം. എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.